ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മുള്ളങ്കി അല്ലെങ്കിൽ റാഡിഷ് കൊണ്ടൊരു വളരെ ടേസ്റ്റി ആയിട്ടൊരു സാമ്പാർ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. റാഡിഷിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് വട്ടത്തിലരിഞ്ഞ് മാറ്റി വെക്കാം. എന്നിട്ടൊരു കടായി വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് മുള്ളങ്കി ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴണ്ടി കിട്ടണം. എന്നിട്ട് ഇതേ പരുവത്തിലൊന്ന് വഴണ്ടി കിട്ടുമ്പോൾ നമുക്കതിനെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ടൊരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, വറ്റൽമുളക്, ഒരു കൈപ്പിടി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ വെളുത്തുള്ളിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും അതുപോലെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടണം. അതൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് നല്ല ഒന്ന് വഴണ്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി. കായ കട്ടിയാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് പരിപ്പ് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇട്ടൊന്ന് വേവിച്ചാൽ മതിയാകും. എന്നിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയ ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന തുമരപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം സാമ്പാറിന് ആവശ്യമായ വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന മുള്ളങ്കിയുടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് സാമ്പാറിന് ആവശ്യമായ പുളിയും ചേർത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ മുള്ളങ്കി സാമ്പാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ചോറിനൊപ്പം ദോശയ്ക്കൊപ്പം ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്